അമ്മു, ഗായത്രി അപ്പച്ചി സാരി ഇസ്തിരിയിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കല്ലു ചേച്ചി അടുക്കളയിൽ തിരക്കാണെന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെടാതെ അപ്പച്ചി എന്തൊക്കെയോ അവരെ ചീത്ത വിളിച്ചില്ലേ? ഇപ്പോൾ ഓർമ്മയുണ്ടോ എൻ്റെ അമ്മു? ആ, ഇപ്പോൾ ഓർമ്മ വന്നു. അമ്മു വലിയ കാര്യത്തിൽ പറഞ്ഞു. ആ, അന്ന് കല്ലു ചേച്ചി പണിക്കാരോട് പറയുന്നത് കേട്ടതാ ഞാൻ. അതേ കഥ. അല്ല, നീയും എൻ്റെ കൂടെ ഉണ്ടായിട്ടും നീ കേട്ടില്ല? കഥ എനിക്ക് ഓർമ്മയില്ല കിച്ചു, നീ പറഞ്ഞുതാ. അല്ലെങ്കിൽ നീ എങ്ങനെ ഓർക്കാനാ? യദുവേട്ടൻ്റെ നിഴൽ കണ്ടാൽ പിന്നെ അങ്ങേരുടെ പിറകെയല്ലേ ശ്രദ്ധ മുഴുവൻ, കിച്ചു പറഞ്ഞു. ഓ, അല്ലെങ്കിൽ ഞാൻ വലിയവർ പറയുന്ന വലിയ കാര്യത്തിലൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. അമ്മു മുഖം തിരിച്ചു. അമ്മു, പിണങ്ങാതെ, നിനക്ക് കഥ കേൾക്കണ്ടേ? കിച്ചു പിണക്കം മാറ്റാനുള്ള ശ്രമത്തിലാണ്. വല്ലപ്പോഴും മാത്രമാണ് അമ്മു കിച്ചുവിനോട് പിണക്കം കാണിക്കാറുള്ളൂ. ആ മുഖം കിച്ചുവിന് ഇഷ്ടവുമില്ല. അമ്മു, ഈ ഗായത്രി അപ്പച്ചിക്ക് 19 വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മുടെ പറമ്പിൽ പണ്ട് തേങ്ങ പറിക്കാൻ വന്നിരുന്ന ഒരു കണാരേട്ടനുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ മരിച്ചു പോയിട്ടോ. അന്ന് അയാളെ വിളിച്ച് അമ്പാട്ടെ പത്തായപ്പുരയിൽ വെച്ച്. കിച്ചു നിർത്തി അമ്മുവിനെ നോക്കി. ആള് ബാക്കി കൂടെ കേൾക്കാനുള്ള രീതിയിൽ കിച്ചുവിനെ ആകാംക്ഷയോടെ നോക്കുകയാണ്. എന്താ അമ്മു, ബാക്കി കൂടെ കേൾക്കണോ? അമ്മു വേഗം വേണ്ട എന്ന് തല ഇളക്കി കാണിച്ചു. അല്ലെങ്കിൽ പെണ്ണ് ഭാവനയിൽ ഒരുപാട് വർണ്ണിക്കുമെന്ന് അമ്മുവിന് നന്നായി അറിയാം. എടി അമ്മു, കിച്ചുവിൻ്റെ വിളി കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും പുറത്തു വന്നത്. ഇവരെ പത്തായപ്പുരയിൽ നിന്ന് രാത്രി നന്ദമാമൻ്റെ അച്ഛനാണ് ഇത്ര പിടിച്ചത്. ആരെയോ അച്ഛനോട് പറഞ്ഞതാണത്രേ ഇവരുടെ രാത്രി സേവ. പിടിച്ചപ്പോഴല്ലേ അറിയുന്നത് ഇവർ ഇത് തുടങ്ങിയിട്ട് മാസങ്ങളായെന്ന്. പിന്നെ കണ്ണേട്ടൻ്റെ അച്ചച്ചൻ എടുപിടിയിന്ന് ദൂരെ സ്ഥലത്തുള്ള ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കയറ്റി അയച്ചത്. ആ മുതലാ എൻ്റെ ദേവുട്ടിയെ കരയിപ്പിച്ചത്. ശൂർപ്പണക, കിച്ചു ദേഷ്യത്തോടെ പറഞ്ഞു. രാജു, നിന്നെ അപമാനിക്കണമെന്ന് കരുതിയല്ല. ഹരി ഗായത്രിയുടെ ഭർത്താവ് രാജുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഹരിയാളിയൻ അങ്ങനെ ഒന്നും പറയരുത്. ഇവളുടെ എല്ലാ സ്വഭാവം എനിക്കറിയാം. അന്ന് വലിയ കൊമ്പത്തെ കാര്യം വന്നപ്പോൾ ആരും എൻ്റെ അഭിപ്രായം ചോദിച്ചില്ല. എനിക്ക് അവരെ എതിർക്കാൻ കഴിയില്ലായിരുന്നു. അന്നത്തെ തറവാട്ടിലെ അവസ്ഥ അതായിരുന്നു. ഇന്ന് ഞാൻ ഇവർക്ക് വെറും ഒരു കാവൽ മാത്രം. പഠിക്കലെ പട്ടിയുടെ വില പോലും ഭാര്യയും മക്കളും തരാത്ത ഒരു ഹതഭാഗ്യൻ. അയാൾ തൻ്റെ ഷോൾഡറിൽ മുഖം തുടച്ചു. എൻ്റെ കഴിവുകേടും പറഞ്ഞ് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു സമ്പത്തിലും എനിക്ക് പങ്കില്ല നന്ദേട്ടാ. രാജു നന്ദൻ്റെ കൈകൾ പിടിച്ചു പറഞ്ഞു തുടങ്ങി. ഇവളുടെയും മക്കളുടെയും ദൂർത്തിന് ആ സമ്പത്തൊന്നും ഇന്നും തികയാതെ പോകുന്നു. ഇവരുടെ കയ്യിലെ ഒരു കളിപ്പാവ് മാത്രമാണ് ഇന്ന് ഞാൻ. ഇനി ആയുസ്സുള്ള കാലത്തോളം ജീവിക്കണം, അത്രയേ ഉള്ളൂ. അയാളുകൾ വാക്കുകൾ കേട്ടു നിന്നവർക്കെല്ലാം ഗായത്രിയോടും മക്കളോടും വെറുപ്പ് തോന്നി. ഓ, ഒരു പുണ്യാളൻ വന്നിരിക്കുന്നു. ഗായത്രി ചുണ്ടുകോട്ടി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ പുച്ഛിച്ചു. ഗായത്രി, നന്ദൻ ഉച്ചത്തിൽ വിളിച്ചു. നന്ദേട്ടൻ അധികം സംസാരിക്കേണ്ട. അച്ഛൻ്റെ സ്വത്ത് ഇനിയും കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എനിക്കും അവകാശപ്പെട്ടത്. എന്നെ ആട്ടിയിറക്കാമെന്നൊന്നും കരുതണ്ട. കണക്ക് പറഞ്ഞ് മേടിച്ചിട്ടേ ഞാൻ പോകൂ. ഗായത്രി അലറുകയായിരുന്നു. നിന്നോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അച്ഛനുണ്ടാക്കിയതിൽ 3/4 പങ്കും നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നിനക്ക് അമ്പാട് തറവാട്ടിലേക്ക് നോട്ടമെങ്കിൽ അത് വേണ്ട. അത് ഞാൻ വിറ്റുമുടിക്കാൻ നിനക്ക് തരില്ല. ഇനി അച്ഛൻ്റെതായിട്ടുള്ള വടക്കേ കണ്ടമുണ്ട്, 24 സെൻറ്റ്. അതിൻ്റെ ആധാരം വീട്ടിലുണ്ട്. അത് നിനക്ക് തരാം. പക്ഷേ പിന്നെ കൂടെ പിറപ്പ കുടുംബമാ എന്നും പറഞ്ഞ് ഇനി അമ്പാട്ട് പടി നീ ചവിട്ടരുത്. സമ്മതമാണെങ്കിൽ വന്ന് വാങ്ങി ഇറങ്ങിപ്പോ. നന്ദൻ്റെ ശബ്ദം ഇടറി. ഇങ്ങനെ ഒരു കൂടപ്പിറപ്പുണ്ടായതിൽ അയാൾ ആ നിമിഷം തന്നെ ശപിച്ചുപോയി. സ്വത്ത് വീതം വെച്ചതിൽ എനിക്ക് കിട്ടിയതിൽ 3/4 ഞാൻ നിനക്ക് തന്നു. ഇനി 24 സെൻറ്റ് കൂടിയുണ്ട് ബാക്കി. ഇന്നാ ഇതുകൂടെ കൊണ്ടുപോ. ഇനി സ്വത്ത് ചോദിച്ച് ഈ തറവാട്ടിൽ നീ കാലു കുത്തരുത്. നന്ദൻ സൗമ്യനായി തന്നെ ഭാഗം ഗായത്രിയോടായി പറഞ്ഞു. ശേഷം അനഘയുടെയും ഐശ്വര്യയുടെയും അടുത്തേക്ക് നടന്നു. മാമൻ്റെ മക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. സ്വന്തം വീട് പോലെ താമസിക്കാം. അമ്മയുടെ തെറ്റുകൾ കണ്ടാൽ പഠിപ്പും വിവരവുമുള്ള മക്കൾ തിരുത്തുന്നതിൽ തെറ്റില്ല. നന്ദൻ്റെ ഉപദേശം ഇഷ്ടപ്പെടാതെ പോലെ അനഘ മുഖം കോട്ടി. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയെ വേണ്ടാത്ത വീട്ടിൽ ഞങ്ങളും വരുന്നില്ല. ഐശ്വര്യ നന്ദൻ്റെ മുഖത്തോട്ട് നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും ഇതുവരെ നന്ദൻ തൻ്റെ പെങ്ങൾക്കു നൽകിയ കൈയഴിഞ്ഞ സഹായത്തിൽ അല്പം പോലും നന്ദി അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല. രാജു നിസ്സഹായനായി എല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണുവെച്ചിരുന്ന സ്വത്തും കൈക്കലാക്കി ഗായത്രിയും മക്കളും അന്നു തന്നെ തിരിച്ചുപോയി. അമ്മു, എന്താടി നമ്മുടെ കള്ളക്കാമുകൻ കയറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ? കിച്ചു അമ്മുവിനോട് ചോദിച്ചു. നമ്മളെ കാത്തു നിൽക്കുന്നുള്ളതാവും കിച്ചു. അതൊന്നും അല്ലടി, ഇവരെ ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യാണോ എന്ന് സംശയമുണ്ട് കേട്ടോ.
അമ്മു അങ്ങോട്ടേക്ക് നോക്ക്. യദുവേട്ടൻ PG ഫസ്റ്റ് ഇയറിലെ ഗീതാഞ്ജലിയോട് ചിരിച്ച് സംസാരിക്കുന്നു. യദുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. ഓ, അത് യദുവേട്ടൻ വല്ല സംശയവും പറഞ്ഞു കൊടുക്കുന്നതാവും. അമ്മു കിച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ഗൗരവത്തിൽ പറഞ്ഞു. ഓ, പെണ്ണിൻ്റെ ഭാവി കണവനെ പറഞ്ഞത് പറ്റിയില്ല. കിച്ചു ചുണ്ടുകോട്ടി അവളെ പുച്ഛിച്ചു. രണ്ടുപേരും ഓരോന്നും പറഞ്ഞ് കോളേജ് ഗേറ്റ് അടുത്തെത്തിയിരുന്നു. വാ രണ്ടാളും. കണ്ണൻ രണ്ടുപേരെയും ആയി പറഞ്ഞു. എങ്ങോട്ടാ? ബീച്ചിലും മറ്റും പോയി വരാം. യദുവാണ്. അയ്യേ, ഞങ്ങൾ കൊച്ചു കുട്ടികളാണോ ബീച്ചിലൊക്കെ കൊണ്ടുപോകാൻ? വല്ല ഷോപ്പിങ്ങിനും മറ്റുമാണെങ്കിൽ ഞങ്ങൾ വരാം, അല്ലേ അമ്മു? കിച്ചു വലിയ കാര്യത്തിൽ പറഞ്ഞു. എന്നിട്ട് വേണം ഞങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാൻ. യദു കിച്ചുവിനെ നോക്കി പറഞ്ഞു. അതെ, നിശ്ചയം കഴിഞ്ഞ് എന്നും പറഞ്ഞ് നടന്നാൽ പോരാ. കെട്ടുന്ന പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ പഠിക്കണം മിസ്റ്റർ. ഓ, എൻ്റെ പെണ്ണിന് നിന്നെപ്പോലെ ഷോപ്പിങ്ങിലൊന്നും താല്പര്യമില്ലേ? ഞങ്ങൾ വല്ല പാർക്കിലും ബീച്ചിലും ഒക്കെ കറങ്ങിക്കൊള്ളാം, അല്ലേ എൻ്റെ അമ്മൂട്ടി? യദു അമ്മുവിനോടായി ചോദിച്ചു. യദുവേട്ടാ, എനിക്കും ഷോപ്പിങ്ങൊക്കെ ഇഷ്ടമാണ്. അമ്മൂട്ടിയുടെ മറുപടി യദുവിനെ ഒന്ന് ഞെട്ടി. നിൻ്റെ സ്വഭാവമെല്ലാം ഇവളെയും പഠിപ്പിച്ച് എൻ്റെ കുത്തുവാള എടുപ്പിക്കരുത്. ഒന്ന് പറയൂ കണ്ണ, പ്ലീസ്. ഇവരുടെ സംസാരം കേട്ട് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണൻ. കിച്ചു കണ്ണൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് എന്നിട്ട് പറഞ്ഞു. എൻ്റെ കണ്ണേട്ടൻ എന്നെ ഷോപ്പിങ്ങിനും കൊണ്ടുപോകും, എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരും അല്ലേ? കണ്ണൻ അവളുടെ പ്രവൃത്തി ഒന്ന് പുഞ്ചിരിച്ചു. അവളെ ചേർത്ത് പിടിച്ചു. വാ കയറ്. ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. ഏത് മാളിലേക്കാണ് പോവേണ്ടത്? ഡ്രൈവ് സീറ്റിൽ കയറി ഇരുന്ന് കണ്ണൻ തിരക്കി. നല്ലൊരു മാളിലേക്ക് തന്നെ ആയിക്കോട്ടെ കണ്ണേട്ടാ. കിച്ചു ഫുൾ ഫോമിൽ ആയിരുന്നു. യദുവിനെ നോക്കി ചുണ്ടുകൊട്ടി. യദുവും കണ്ണനും രണ്ടാൾക്കും വേണ്ടതെല്ലാം വാങ്ങിച്ചു. ഭക്ഷണം കഴിച്ച് നൈറ്റ് ഷോയിൽ കയറി. കണ്ണേട്ടാ, ടിക്കറ്റ് താ. കിച്ചു വേഗം കണ്ണൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി സീറ്റ് തിരയുകയാണ്. അയ്യോ, ഇവിടെ 2 സീറ്റ് നമ്പറുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടിയില്ലേ കണ്ണേട്ടാ? കിച്ചു ചോദിച്ചു. ഇല്ല കിച്ചു, 2 സീറ്റ് ആ സൈഡിലാണ്. ഓ, എന്നാൽ ഞാനും അമ്മുവും ഇവിടെ ഇരിക്കാം. കണ്ണേട്ടനും യദുവേട്ടനും ആ സൈഡിലിരുന്നോ? കിച്ചു അമ്മുവിൻ്റെ കയ്യും പിടിച്ച് സീറ്റിലിരിക്കാൻ തുടങ്ങിയതും യദു കണ്ണനെ ദയനീയമായി നോക്കി. കണ്ണൻ വേഗം കിച്ചു കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ പറഞ്ഞു. കിച്ചു, അമ്മുവിന് യദുവിൻ്റെ കൂടെ ഇരിക്കാനും താല്പര്യം. അവൾക്ക് ഒരു പ്രൈവസി കൊടുക്ക്. കിച്ചുവിന് അപ്പോഴാണ് ബൾബ് കത്തിയത്. കിച്ചു കണ്ണനെ കൂർപ്പിച്ച് നോക്കി. പിന്നെ അമ്മുവിനോടായി പറഞ്ഞു. അമ്മു, നിൻ്റെ കള്ളക്കാമുകൻ നിനക്ക് വേണ്ടി എടുത്തതാണ് ആ സൈഡിലെ 2 സീറ്റ്. നീ അങ്ങോട്ട് ചെല്ല്. അമ്മു യദുവിനെ നോക്കി. പ്ലീസ് വാ. യദു ദയനീയമായി അമ്മുവിനോട് ചുണ്ട് അനക്കി. സിനിമ തുടങ്ങാറായപ്പോഴാണ് കണ്ണൻ്റെ ഫോണിൽ മെസ്സേജ് സൗണ്ട് വന്നത്. കണ്ണൻ വാട്സപ്പ് തുറന്നു നോക്കി. ഫസ്റ്റ് നൈറ്റിലും ഇവറ്റുകൾ 2ഉം ഒന്നിച്ച് കിടക്കണമെന്ന് പറയുമോ എൻ്റെ കണ്ണാ? കണ്ണൻ ഈ സൈൻ ഇട്ടുകൊടുത്തു. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. അമ്മുവും കിച്ചുവും അവരുടെ ഭാവി കളവന്മാരുമായി പ്രേമിച്ച് നടക്കുന്നു. അന്നത്തെ കിസിനു ശേഷം 2 പേരും കാമുകന്മാരെ തൊടാൻ അനുവദിച്ചിട്ടില്ല. കാമുകന്മാർ പരിഭവം അവർ കോളേജിൽ തീർക്കും. ചോദ്യം ചോദിച്ചും ഇമ്പോസിഷൻ കൊടുത്തും അവരെ ഒരു വഴിക്കാക്കി. ഇതിനുള്ളതെല്ലാം കല്യാണം കഴിഞ്ഞ് വീട്ടാം എന്ന സമാധാനത്തിലാണ് കിച്ചു. നല്ല രീതിയിൽ തന്നെ ഇരുവരുടെയും ഫൈനൽ എക്സാം കഴിഞ്ഞു. വീട്ടിലെത്തിയതും ഇരുവരും കട്ടിലിലേക്ക് ഒരു വീഴ്ചയായിരുന്നു. അന്ന് മുഴുവൻ രണ്ടാളും ഉറങ്ങി തീർത്തു. എക്സാം കഴിയുവോളം രണ്ടാളെയും യദുവിനും കണ്ണനും കാണാൻ കിട്ടിയിരുന്നില്ല. അവരും എക്സാം ഡ്യൂട്ടിയുടെ ബിസിയിലായിരുന്നു. അമ്മുവിനെ ഫോണിൽ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് യദു. ഒരു പ്രതികരണവും ഇല്ല. ഫോൺ അടിച്ചു കട്ടാവുന്നു. അവസാനം ദേഷ്യം വന്ന് യദു ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് കണ്ണൻ്റെ വരവ്. എന്താ യദു? ആരോടാ ദേഷ്യം? കണ്ണൻ യദുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ബെഡിൽ അവൻ്റെ അടുത്തിരുന്നു. 2 ആഴ്ചയായി ഒന്ന് സംസാരിച്ചിട്ട്. എക്സാം അല്ലേ, പഠിച്ചോട്ടെ എന്നു കരുതി. ഏത് നേരത്താണോ എന്തോ എത്ര സുന്ദരി പെണ്ണുങ്ങൾ പിന്നാലെ വന്നതാ. യദു ദേഷ്യത്തോടെ പറഞ്ഞ് തല ഉയർത്തി നോക്കിയതും കണ്ണിൽ വെള്ളം നിറച്ച് വാതിൽക്ക് നിൽക്കുന്ന അമ്മുവിനെയാണ്. ശോ കണ്ണാ, കൈവിട്ടുപോയി അമ്മൂ. യദുവിൻ്റെ വിളി കേട്ടാണ് കണ്ണനും വാതിലിലേക്ക് നോക്കിയത്. ഒരു മിന്നായ മാത്രമേ അവൻ കണ്ടുള്ളൂ. എന്താ യദു, എന്തുണ്ടായി? ആരാ അത്? അമ്മുവാണോ? കണ്ണൻ ധൃതിയിൽ ചോദിച്ചു. ഞാൻ ഇതാ വരുന്നു കണ്ണാ എന്നും പറഞ്ഞ് യദു അമ്മുവിൻ്റെ പിന്നാലെ പാഞ്ഞു. അപ്പോഴേക്കോ അമ്മു അവിടെ നിന്നും പോയിരുന്നു. അയ്യോ, എവിടെ പോയി? യദു ചുറ്റും നോക്കി.